ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് നിയമനത്തിൽ ഗുരുതര ആരോപണം. പ്രിൻസിപ്പലായി നിയമന അംഗീകാരമില്ലാത്ത അധ്യാപകനെ കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റിൽ ഉൾപ്പെടുത്തി എന്നാണ് ആരോപണം. ഡോക്ടർ പി.കെ. അബ്ദുൽ ജലീലിനെതിരെ ഇടത് അധ്യാപക സംഘടനകൾ വൈസ് ചാൻസലർക്ക് പരാതി നൽകിയിട്ടുണ്ട്. അബ്ദുൽ ജലീലിനെ നിർദ്ദേശിച്ചത് നിയമവിരുദ്ധമായിട്ടാണ് എന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. സർക്കാർ കോളേജ് പ്രിൻസിപ്പൽമാരെ സിൻഡിക്കേറ്റിൽ പരിഗണിച്ചില്ല എന്നും പരാതിയുണ്ട്. അർജുൻ കല്യാട് വിവരങ്ങൾ നൽകും. അർജുൻ, അപ്പോൾ നിരവധി പരാതികളാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പോൾ ഈ അബ്ദുൽ ജലീലിന്റെ ഭാഗത്തു നിന്നെങ്കിലും വിശദീകരണം ഉണ്ടായിട്ടുണ്ടോ? ഷിയാസ, നിലവിൽ അത്തരം വിശദീകരണങ്ങൾ ഈ സിൻഡിക്കേറ്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട അബ്ദുൽ ജലീലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. സർക്കാരാണ് ഇതിനകത്ത് കൂടുതലായി അബ്ദുൽ ജലീലിനെ ഉപരിയായി വിശദീകരിക്കേണ്ടത്. കാരണം നിയമവിരുദ്ധമായിട്ടാണ് ഇത്തരമൊരു നിയമനം സർക്കാർ നടത്തിയത്, അല്ലെങ്കിൽ അത്തരമൊരു നിർദ്ദേശം, ഉത്തരവ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനമായും ഇതിനകത്ത് ഇടത് അധ്യാപക സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നത്. രണ്ട് പ്രിൻസിപ്പൽമാരുടെ മേഖലയിൽ നിന്നും രണ്ട് അധ്യാപകരെയാണ് സർവകലാശാലയിൽ സിൻഡിക്കേറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഡോക്ടർ അബ്ദുൽ ജലീൽ പി.കെ., അതുപോലെ തന്നെ ഔസേപ്പ് അച്ഛൻ കെ.വി. നിർമ്മലഗിരി കോളേജിലെ പ്രിൻസിപ്പൽ കൂടിയാണ്. ഇതിൽ ഈ പി.കെ. അബ്ദുൽ ജലീൽ എന്ന് പറയുന്ന അധ്യാപകന് പ്രിൻസിപ്പളായി DDO അല്ലെങ്കിൽ സർവകലാശാലയോ അപ്രൂവൽ നൽകിയിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ നിയമനത്തിന് പോലും അംഗീകാരം നൽകിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് പ്രിൻസിപ്പൽമാരുടെ മേഖലയിൽ നിന്നും ഇയാളെ അല്ലെങ്കിൽ ഈ അധ്യാപകനെ സിൻഡിക്കേറ്റിലേക്ക് തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. അതായത് മെയ് 30-ാം തീയതിയാണ് ഇദ്ദേഹത്തെ പ്രിൻസിപ്പളായി ഇദ്ദേഹം നിയമിതനാവുന്നത്. അതിനുശേഷം ഈ പ്രിൻസിപ്പളായി നിയമിതനായതിന് അംഗീകാരം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർവകലാശാലയിലും അതുപോലെ തന്നെ ഡെപ്യൂട്ടി ഡയറക്ടറോടുമൊക്കെ തന്നെ അഭ്യർത്ഥന നടത്തിയിരിക്കുകയാണ്. പക്ഷേ അതിനകത്ത് ഒരു തീരുമാനം ഈ സർവകലാശാലയോ ഡെപ്യൂട്ടി ഡയറക്ടറോ സ്വീകരിച്ചിട്ടില്ല. അതായത് അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ ആയി നിയമിച്ചിട്ടുള്ള ആ തീരുമാനത്തിന് അംഗീകാരം സർവകലാശാല നൽകിയിട്ടില്ല. അങ്ങനെ നൽകാത്ത ഒരു അധ്യാപകനെ പ്രിൻസിപ്പളായി നിയമപരമായി അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. പക്ഷേ ഈ പ്രിൻസിപ്പൽമാരുടെ മേഖലയിൽ നിന്നും നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ അധ്യാപകനാണ്. അതുകൊണ്ടാണ് ഇത്തരമൊരു പരാതി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇടത് അധ്യാപക സംഘടനകളായിട്ടുള്ള AKPCTയും AGSTയും ഉൾപ്പെടെയുള്ള സംഘടനകളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി നൽകിയിരിക്കുന്നത്. സർവകലാശാല വൈസ് ചാൻസലറെ നേരിട്ട് കണ്ടുകൊണ്ട് ഈ അധ്യാപക സംഘടനകൾ പരാതി അറിയിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർ നടപടികൾ ഉണ്ടാവണം എന്നുള്ള കാര്യമാണ് ഈ അധ്യാപക സംഘടനകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിനെ താൻ ഈ കാര്യം അറിയിക്കും എന്നുള്ള കാര്യം VC ഈ അധ്യാപക സംഘടനകൾക്ക് ഉറപ്പ് നൽകിയതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഷിഹാസ്. ശരി, അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്.